No need questions. You can write down the answer only, okay? First one, fill in the blanks. Fill in the blanks. First one, dash is the true representation of the earth. Dash is the true representation of earth. Dash is the true representation of earth. Second one, dash map shows dash map shows a very large area, a very large area with less detail, large area with less detail. ഏത് മാപ്പാണ് ഏരിയ കൂടുതലും ഡീറ്റെയിൽ കുറവും കാണിക്കുന്നത്? മൂന്ന്, തേർഡ് വൺ, the blue color on the map shows, blue color on the map shows dash. ആ മാപ്പിലെ ബ്ലൂ കളർ എന്തിനെയാണ് കാണിക്കുക? Then fourth question, dash is the largest continent. Dash is the largest continent. ഏറ്റവും വലിയ കോണ്ടിനെന്റ് ഏത്? Dash is the largest continent. Dash is the largest continent. Fifth one, dash mountain range separates Europe from Asia. Europe from Asia. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന മൗണ്ടൻ റേഞ്ച് ഏതാണ്? Then sixth one,
Then sixth one, Asia and Europe. Asia and Europe are together known as ഏഷ്യനെയും യൂറോപ്പിനെയും ഒരുമിച്ച് പറയുന്ന പേര് together known as dash. Asia and Europe are together known as dash. Next one, seventh one, the highest mountain peak in Europe is dash. യൂറോപ്പിലെ ഹൈയസ്റ്റ് മൗണ്ടൈൻ പീക്ക് ഏതാണ്? Eighth one, dash ocean is known as dash ocean is known as half an ocean. HALF, half an ocean. ഏത് ഓഷ്യൻ ആണ് ഹാഫ് ആൻ ഓഷ്യൻ എന്ന് അറിയപ്പെടുന്നത്? ആരും ക്യാമറ ഓഫ് ചെയ്യണ്ട. ജോയൽ റെജിനോൾ, സ്വിച്ച് ഓൺ യുവർ ക്യാമറ. ശ്രീ വിഷ്ണു, അഫ്രാസ്, ഓക്കെ. Then next one, ജീവ. ഒരാളും ക്യാമറ ഓഫ് ചെയ്യണ്ട. Then ninth question. Dash is the third largest continent. Dash is the third largest continent. ഇത്ര എഴുതിയെടുത്തോ? 10th one, fill in the blanks. 10th one, we cannot see the entire dash at the same time. നമുക്ക് മുഴുവനായി എന്തിനാ കാണാൻ പറ്റാതിരിക്കുക? Same time. We cannot see the entire dash at the same time. ഒരേ സമയം നമുക്ക് മുഴുവനായി കാണാൻ പറ്റാത്തത് എന്താ? One words are over. One word questions are over. Then കഴിഞ്ഞില്ലേ? Vasudev, don't speak.
മക്കളെ ക്വസ്റ്റ്യൻസ് എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യൻ തരികയാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരിക. ഇതിന്റെ ബാക്കി നിജാദേ ഇത്ര എഴുതിയില്ലേ 10 എണ്ണം? എന്താ ജസ്റ്റസ്? ക്വസ്റ്റ്യൻ എഴുതണ്ടല്ലോ. വേണ്ട വേണ്ട, ആൻസർ ഉള്ളി. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിന്നെ ഇല്ല, ഞാൻ എന്താ മായ്ക്കാണ്. ഇനി അടുത്തത് തരാം. നെക്സ്റ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 11 അല്ലേ? ഡിഫറൻസ് between the following. Difference between the following. താഴെ തന്നിരിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാം. 11ാമത്തത് ഗ്ലോബ്സ് ആൻഡ് മാപ്സ്. ഗ്ലോബും മാപ്പും തമ്മിലുള്ള വ്യത്യാസം. ഗ്ലോബ് ആൻഡ് മാപ്പ്. ഗ്ലോബ് ആൻഡ് മാപ്പ്. ഗ്ലോബും മാപ്പും തമ്മിലുള്ള വ്യത്യാസം. Then 12th one lithosphere and hydrosphere. Lithosphere and hydrosphere. Okay. Next one, long answers. Long answer. Thirteenth one. Describe the major domains of Earth. Describe the major domains of Earth. Major domains of Earth. Describe the major domains of Earth. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയാം. ഡിസ്ക്രൈബ് ദ മേജർ ഡൊമൈൻസ് ഓഫ് എർത്ത് എഴുതുമ്പോൾ ഏതൊക്കെ ഡൊമൈൻസ് ഉണ്ട് അതിന്റെ പേര് എഴുതുക. ആ ഓരോ ഡൊമൈൻസിനെ കുറിച്ചും 2 or 3 സെന്റൻസ് എഴുതുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡിസ്ക്രൈബ് ദ മേജർ ഡൊമൈൻസ് ഓഫ് എർത്ത് എഴുതുമ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾ എഴുതേണ്ടത് എത്ര ഡൊമൈൻസ് ഉണ്ടോ, ഭൂമിക്ക് എത്ര ഡൊമൈൻസ് ഉണ്ടോ അതിന്റെ പേര് എഴുതുക. ഓരോ ഡൊമൈൻസിനെ കുറിച്ചും 2 അല്ലെങ്കിൽ 3 സെന്റൻസ് എഴുതുക. മനസ്സിലായോ മക്കളെ? ആദ്യത്തെ 10 എണ്ണം 1 വേർഡ്സ് ആണ്. അതിന്റെ ആൻസർ മാത്രം എഴുതാം. റൈറ്റ് ദ ആൻസേഴ്സ് ഓൺലി, നോ നീഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. 11th and 12th ആർ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ. അതായത് ഗ്ലോബും മാപ്പും തമ്മിലുള്ള ഡിഫറൻസ്. എന്താണ് ഗ്ലോബും മാപ്പും തമ്മിലുള്ള ഡിഫറൻസ്? 2 or 3 സെന്റൻസ് എഴുതാം. 12th one, lithosphere and hydrosphere. Distinguish between lithosphere and hydrosphere. What is the difference between lithosphere and hydrosphere? Write any 2 or 3 differences. Then last question, long answers. Describe the major domains of Earth. Write the name of major domains and discuss it. You can write down the 2 or 3 sentences of each one. ഓരോന്നിനെ കുറിച്ചും 2 അല്ലെങ്കിൽ 3 സെന്റൻസ് എഴുതാം. Your questions are over. Then marks പറയാം. 10 വരെയുള്ളതിന് ഓരോ മാർക്ക്. 1 മുതൽ 10 വരെയുള്ളതിന് ഓരോ മാർക്ക്. മാർക്സ് എഴുതാം ഇവിടെ. മാർക്സ് 1 to 10. 1 മുതൽ 10 വരെ
1 മുതൽ 10 വരെ. വൺ മുതൽ 10 വരെ ഉള്ളതിന് 10 മാർക്ക്, 10 മാർക്സ്. ഇനി 11 to 12 അതിന് 1-ന് 2.5. അപ്പം 2 into 10 അങ്ങനെ രണ്ടെണ്ണത്തിനും കൂടെ 5 മാർക്ക്. 2 into 2.5 അതായത് രണ്ടെണ്ണത്തിന് 5 മാർക്ക്. 1-ന് 2.5 ആണ് കേട്ടോ. 1-ന് 2.5 അങ്ങനെ 5 മാർക്ക്. ലാസ്റ്റ് വൺ ലോങ് ആൻസറിന് 13ന് 13th വണ്ണിന് 5 മാർക്സ്. 13th വണ്ണിന് 5 മാർക്സ്. അങ്ങനെ ടോട്ടല് 20-ലാണ് മാർക്ക്. ആദ്യം എഴുതിയ മോളെ എന്താ? ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. ആദ്യത്തെ 10 എണ്ണത്തിന് ഓരോ മാർക്ക് വീതം 10 മാർക്ക്. ആതിര പോയോ? അപ്പൊ എല്ലാവരോടും കൂടെ ആദ്യത്തെ 1 മുതൽ 10 വരെ ഇല്ലേ, അതിന് 1-ന് 1 മാർക്ക് വീതം 10 എണ്ണത്തിന് 10 മാർക്ക്. 11-ാമത്തേന് 2.5 മാർക്ക്, 12-ാമത്തേന് 2.5 മാർക്ക്. അങ്ങനെ 11-നും 12-നും കൂടെ 5 മാർക്ക്. 13-ാമത്തെ ക്വസ്റ്റിന് അത്ര എഴുതി കഴിഞ്ഞാൽ 5 മാർക്കാണ്. അങ്ങനെ മൊത്തം 20-ലാണ് മാർക്ക്. മനസ്സിലായോ? അപ്പൊ എഴുതിക്കോ എന്നാല്. ജുവാന, ജോയൽ റെജിനോൾ, സ്വിച്ച് ഓൺ യുവർ ക്യാമറ. ജുവാനോട് ക്യാമറ ഓൺ ചെയ്യാനല്ല, ജോയലിനോടാണ് പറഞ്ഞത്. ജോയൽ, സ്വിച്ച് ഓൺ യുവർ ക്യാമറ. എന്തിനാ സ്വിച്ച് ഓഫ് ആക്കുന്നത്? ക്യാമറ ഓഫ് ചെയ്ത ഉടൻ തന്നെ ഞാൻ റിമൂവ് ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും ഈ എക്സാമിൽ നിന്ന് റിമൂവ് ചെയ്യും. അതിൽ യാതൊരു സംശയം ആരും വിചാരിക്കണ്ട. അർജുൻ പി രാജ്, സ്വിച്ച് ഓൺ യുവർ ക്യാമറ. ക്യാമറ ഓഫ് ചെയ്യണ്ട. അർജുനോടാ പറഞ്ഞത് ക്യാമറ ഓഫ് ചെയ്യണ്ട. ക്യാമറ ഓൺ ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റുന്നവർ മാത്രം എക്സാം എഴുതിയാൽ മതി, നിർബന്ധമില്ല. എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആയിരിക്കണം. If you have any doubt, ask me now. ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഓക്കെ. എന്താ ശ്രീ വിഷ്ണു? മിസ്സേ, എന്റെ ക്യാമറ ഇടക്ക് ഓഫ് ആയി പോകും. അത് നെറ്റിന്റെ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ. അത് കണ്ടാ എനിക്ക് മനസ്സിലാവും. നെറ്റ് ഇല്ലാത്തതാണെങ്കിൽ മനസ്സിലാവും. അത് ഞാൻ മിസ്സിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് റിമൂവ് ചെയ്യല്ലേ? ഓക്കെ. നെറ്റ് ഇല്ലാത്തത് എനിക്ക് മനസ്സിലാവും. അത് ഞാൻ റിമൂവ് ചെയ്യില്ല. അല്ലാത്തത് മനഃപൂർവ്വം ചെയ്യുന്ന എനിക്കറിയാം. അർജുനെ, ക്യാമറ ഓൺ ചെയ്തോ? പേപ്പർ നിങ്ങൾ പാരന്റ്സിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കുക. അതായത് ആദ്യത്തെ 10 എണ്ണം ശരിയായാൽ 10 മാർക്ക്, 1-ന് 1 മാർക്ക് വീതം കൊടുക്കുക. 11-ഉം 12-ഉം അതായത് 2-ഓ 3-ഓ സെന്റൻസ് ഉണ്ടാവണം. ഗ്ലോബ് ആൻഡ് മാപ്പില് കുറഞ്ഞത് 4 പോയിന്റ് എങ്കിലും 4 സെന്റൻസ് എങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ 2 മാർക്ക്, 2.5 മാർക്ക് കൊടുക്കാം. 12-ാമത്തെ അതുപോലെ തന്നെ 2-നെയും കുറിച്ചും മോർ ദാൻ 3 സെന്റൻസ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ 2.5 മാർക്ക് കൊടുക്കാം. അങ്ങനെ 5 മാർക്ക് അവിടെ.
13ാമത്തത് മേജർ ഡൊമൈൻസ്. എത്ര മേജർ ഡൊമൈൻസ് ഉണ്ട്? ഡൊമൈൻസ് ഓഫ് എർത്ത് ഏതൊക്കെയാണ്? അതിന്റെ പേര് കൊടുക്കുക. എത്ര എണ്ണം ഉണ്ട് അതിന്റെ പേര് കൊടുക്കുക. അതിൽ ഓരോന്നിനെ കുറിച്ചും രണ്ടോ മൂന്നോ സെന്റൻസ്, അതായത് ഏതാണോ ഒന്നാമത്തെ ഡൊമൈന്റെ പേര് എഴുതുക, അതിനെക്കുറിച്ച് രണ്ടോ മൂന്നോ സെന്റൻസ് എഴുതുക. രണ്ടാമത്തെ ഡൊമൈന്റെ പേര് എഴുതുക, അതിനെക്കുറിച്ച് രണ്ടോ മൂന്നോ സെന്റൻസ് എഴുതുക. അങ്ങനെ എല്ലാ ഡൊമൈന്റെ പേരും അതിനെക്കുറിച്ച് എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക്. ഒന്നുകിൽ പാരന്റ്സിനെ കൊണ്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാരന്റ്സ് അടുത്തില്ലാത്തവർ നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷം ആ ഫോട്ടോ, എല്ലാ പേജിന്റെയും ഫോട്ടോയും നിങ്ങൾ കൊടുത്ത മാർക്കും അതിന്റെ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്യാം. എപ്പെങ്കിലും സെൻഡ് ചെയ്താൽ ഞാൻ എടുക്കില്ല. എക്സാം 10 മണിക്ക് കഴിയും. 10:10 അല്ലെങ്കിൽ 10:15 പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന പേപ്പർ മാത്രമേ ഞാൻ നോക്കുള്ളൂ. നിങ്ങൾ തന്നെ മാർക്ക് ഇടുക. ഇനി ഇപ്പൊ 10 മണിക്ക് എക്സാം ആയിട്ട് 4 മണിക്ക് പേപ്പർ അയച്ചു തന്നാൽ ഞാൻ നോക്കൂല. 10:15 എല്ലാവരും പേപ്പർ സെൻഡ് ചെയ്യാം. അർജുന എഴുതിയേ? നിജാത എഴുതുന്നില്ലേ? വസുദേവ് എവനെ ആ വേഗം എഴുത്. 1 വേർഡ്സ് ഒക്കെ എന്തൊരു ഈസിയാ. ഗ്ലോബിന്റെയും മാപ്പിന്റെയും ലിത്തോസ്ഫിയർ ഹൈഡ്രോസ്ഫിയർ ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് ടൈം മിസ് റിപ്പീറ്റ് ചെയ്താ. മാത്രല്ല മേജർ ഡൊമൈൻസ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ.
എന്താ ജസ്റ്റിസേ? എന്താടാ? മിസ്സേ 13ാമത്തെ ഡൊമൈൻസ്, ഓരോ ഡൊമൈൻസിനെ കുറിച്ച് എത്ര സെന്റൻസ് എഴുതണ്ടേ? 3 അല്ലെങ്കിൽ 3ൽ കൂടും, മോർ ദാൻ 3. വേഗം എഴുത്. എന്താ ജോയലേ? എന്താ മോനെ? അൺമ്യൂട്ട് ചെയ്തേ. ആ പറഞ്ഞോ. കേൾക്കുന്നില്ല മോനെ, കേൾക്കുന്നില്ല മോനെ. മെസ്സേജ് അയച്ചേ. സുമില് കേൾക്കുന്നില്ല. എന്താ ജോയലെ ജസ്റ്റിസ് എഴുതിയാട്ടെ? എന്താടാ? എന്താ ജസ്റ്റിസേ? ഒന്നുമില്ല മിസ്സേ. ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും വിളിക്കുന്ന കാണാൻ സാധിക്കില്ല, കാരണം ഒരു സൈഡ് മാത്രമല്ലേ ഉള്ളൂ. സ്ക്രീൻ ഷെയർ ചെയ്തോണ്ട് എല്ലാവരും ഒന്നും ഒരേ ടൈമിൽ കാണാൻ പറ്റില്ല, അതാ. ആതിര, എനി ഡൗട്ട്? ഓക്കെ.
വാസുദേവ വേഗം എഴുതിയാട്ടെ, ടൈം ഇപ്പൊ കഴിയേ. ഓക്കെ മക്കളെ, എന്നാ ടൈം കഴിയാനായി. ഒരു 5 മിനിറ്റ്. 10 മണി 9:54 10 മണി വരെ നിങ്ങൾക്ക് എഴുതാം. 10:15 പേപ്പർ സബ്മിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ രീതിയിൽ പേപ്പർ ഒന്ന് നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത പാരന്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേച്ചി ഉണ്ടെങ്കിൽ, ചേട്ടൻ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് നോക്കിക്കുക. ചെയ്യേണ്ട ഇത്രയാണ്. 1 മുതൽ 10 വരെ ഉള്ളതിന് ഓരോന്നിനും ഓരോ മാർക്ക്. 11ാമത്തതിന് 2.5 മാർക്ക്. അത് 3ഓ 4ഓ മോർ ദാൻ 3 വേർഡ്സ്, 3 സെന്റൻസ്, 4 സെന്റൻസ് എങ്കിലും കുറഞ്ഞത് ഉണ്ടാവണം. 12ാമത്തെ അതുപോലെ തന്നെ 4 സെന്റൻസ് എങ്കിലും ഉണ്ടെങ്കിൽ 2.5 മാർക്ക്. 13ാമത്തത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓരോ ഡൊമൈൻസ്, എത്ര ഡൊമൈൻസ് ഉണ്ടോ അതിന്റെ ഒക്കെ പേര് എഴുതുക. ഓരോ ഡൊമൈൻസിനെ കുറിച്ചും 3 അല്ലെങ്കിൽ 4 സെന്റൻസ് എഴുതണം. അങ്ങനെ ഉണ്ടെങ്കിൽ 5 മാർക്ക് കൊടുക്കാം. ഇനി 4 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ 1 മാർക്ക് കട്ട് ചെയ്യണം. 10 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ അതിനനുസരിച്ച് മാർക്ക് കുറയ്ക്കണം. ഇത്രയും നിങ്ങൾ സ്വയം ഒന്ന് സെൽഫ് ആയിട്ടൊന്ന് വാല്യൂ ചെയ്യുക, അല്ലെങ്കിൽ പാരന്റ്സിനെ കൊണ്ട് ചെയ്യിക്കുക. എന്താ പറയാ, സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൂത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് ചെയ്യിക്കാം. ഓക്കെ. അപ്പൊ 10:15 ശേഷം 10:16 ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. നോക്കിയാലും ഞാൻ അതിനൊരു റിപ്ലൈയും തരില്ല. അത് 100% ഉറപ്പാണ്. ഇപ്പൊ 9:10 14 മുമ്പ് 10:14 ആവുമ്പത്തേന് എല്ലാവരും 15 കഴിയരുത് പേപ്പർ സെൻഡ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.